നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഇന്ന് ഒക്ടോബർ 3 മുതൽ നവരാത്രി ആരംഭം. വിവിധ ക്ഷേത്രങ്ങളിൽ ആഘോഷങ്ങൾ ആരംഭിച്ചു. നടത്തറ പഞ്ചായത്ത് പോലൂക്കര MCF കെട്ടിടത്തിന്റെ ഒന്നാം ഘട്ടം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ വിനോദസഞ്ചാര മേഖലകളെ കോർത്തിണക്കി ടൂറിസ്റ്റ് കോറിഡോർ ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ സമഗ്ര അന്വേഷണം നടത്തുന്നതിനെ സ്വാഗതം ചെയ്യുന്നതായി വി സുനിൽകുമാർ. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് ഒക്ടോബർ 3 നവരാത്രി ആരംഭം. ബ്രഹ്മസ്വരൂപിണി സരസ്വതിയും വിഷ്ണു സ്വരൂപിണി ലക്ഷ്മിയും ശിവസ്വരൂപിണി ദുർഗയുമായി ദേവി മഹാത്മ്യം മഹാപൂജയോടെ കൊണ്ടാടുന്നതാണ് നവരാത്രി ആഘോഷം. വിദ്യയുടെയും വിത്തത്തിന്റെയും വീര്യത്തിന്റെയും അതിദേവതോപാസനോത്സവം. മാനവജീവിതം വിജയദശമിയായി പുലരാൻ ഇച്ഛാശക്തി എന്ന വിത്തവും ജ്ഞാനശക്തി എന്ന വിദ്യയും ക്രിയാശക്തി എന്ന വീര്യവും ഐക്യസ്വരൂപത്തിൽ ആർജിക്കേണ്ടതുണ്ട്. മഹിഷാസുര ഖരത്തമസിൽ മഹാദേവിയുടെ വിജയലക്ഷ്മി പ്രഭാവം ഉദിക്കുന്നതാണ് വിജയദശമി. അക്ഷരപൂജയും ആയുധപൂജയും അമ്പപൂജയും ചെയ്യുന്ന ആത്മീയതയാണ് നരജന്മ സഫലത. സരസ്വതി ദേവി സ്വരസയാണ്, അറിവിന്റെ അന്തർവാഹിനിയാണ്. ബ്രഹ്മപുത്രിയും ബ്രഹ്മപത്നിയുമായ സൃഷ്ടി വൈചിത്യമാണ്. ബ്രഹ്മകമല നിവാസിനിയുമാണ്. ഈ വരുന്ന രവിവാര പുലരിയിൽ എല്ലാ ഹിന്ദുമത വിശ്വാസികളും വിദ്യാരംഭം കുറിക്കും. അങ്ങനെ നവരാത്രി യാത്ര ചെയ്ത് ദശമി ദിന വിജയം കൈവരിക്കാം എന്നാണ് വിശ്വാസം. നടത്തറ പഞ്ചായത്തിലെ പോലൂക്കര MCF കെട്ടിടത്തിന്റെ പൂർത്തിയായ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. നടത്തറ പഞ്ചായത്ത് കേരള ശുചിത്വ മിഷൻ ജനകീയ ആസൂത്രണം 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ വകയിരുത്തിയാണ് MCF കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനും തരംതിരിക്കാനും വേണ്ടിയാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടി പോലൂക്കര പൊതുകുളത്തിന് സമീപം പുറംപോക്കുപുറയിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ നിർമ്മിച്ചത്. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായി. LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ അനു പി പ്രഭു റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത്, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EN സീതാലക്ഷ്മി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, പഞ്ചായത്ത് അംഗങ്ങളായ മിനി വിനോദ്, ജിനിത സുഭാഷ്, KJ ജയൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജീജ ജയൻ, ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് രേണുക, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളത്തിനു വേണ്ടി കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പിന്നെ ജില്ലാതലത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ ചെയർമാനായി രൂപീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ മാലിന്യ വിമുക്ത കേരളത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു മുന്നേറ്റം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഘട്ടമാണിത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മാർച്ച് 30-നകം നാം പൂർത്തീകരിക്കാൻ പോകുന്ന പദ്ധതി കൃത്യമായ അജണ്ടയോട് കൂടിയിട്ടുള്ള പദ്ധതിയാണ്. ഇൻ്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേയിലേക്ക് നമ്മൾ പോകുമ്പോൾ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ ലോകം ശ്രദ്ധിക്കുന്നൊരു നടപടിയിലേക്ക് കേരളം പോകണം എന്ന് നമ്മൾ നിശ്ചയിച്ചത് ഇന്ന് നമ്മുടെ കേരളം കാണുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു വിപത്ത് മാലിന്യമാണ് എന്നുള്ളതുകൊണ്ടാണ്. മാലിന്യ വിമുക്ത നവകേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പടയാളികളായി നമ്മൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ ഹരിതകർമ്മസേനയാണ്. ഹരിതകർമ്മസേന യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നാടിൻ്റെ അഭിമാനവും ഐശ്വര്യവുമാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് പോലെ മലയാള സാഹിത്യത്തിന് മറക്കാനാകാത്ത കൃതികളിലൊന്നാണ് തോട്ടിയുടെ മകൻ.
പുത്തൂർ കായൽ നവീകരണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കുന്നു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ വിനോദസഞ്ചാര മേഖലകളെ കോർത്തിണക്കി ടൂറിസ്റ്റ് കോറിഡോർ യാഥാർത്ഥ്യമാകുന്നു. ടൂറിസ്റ്റ് കോറിഡോറിന്റെ ഭാഗമായി റവന്യൂ മന്ത്രിയും സ്ഥലം MLAയുമായ കെ രാജന്റെയും ടൂറിസം അഡീഷണൽ ഡയറക്ടർ വിഷ്ണുരാജിന്റെയും നേതൃത്വത്തിൽ വിനോദസഞ്ചാരത്തിന് അനുയോജ്യമായ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് അവലോകന യോഗം നടത്തി. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. ഒല്ലൂർ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാകാൻ പോകുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, പുത്തൂർ കായൽ, വല്ലൂർകുത്ത് വെള്ളച്ചാട്ടം, പീച്ചി ഡാം, ഒരപ്പൻകെട്ട് ഡാം, KFRI, കേരള കാർഷിക സർവകലാശാല, കച്ചിത്തോട് ഡാം എന്നിവ കൂട്ടിയിണക്കിയാണ് ടൂറിസ്റ്റ് കോറിഡോർ ഒരുങ്ങുന്നത്. ഇതിൽ പുത്തൂർ കായലിനായി തയ്യാറാക്കിയ വിശദ പദ്ധതി രേഖയിൽ വിവിധ വകുപ്പുകളുടെ ഭാഗമായി ലഭ്യമായ തുക ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നു. ഈ പ്രവൃത്തികൾ പാതി വഴിയിൽ നിലച്ച കാര്യം CTV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. വിവിധ വകുപ്പുകളെ കൂട്ടിച്ചേർത്ത് വിപുലമായ പദ്ധതി തയ്യാറാക്കുന്നതിനായി ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ കൃഷി, മൃഗസംരക്ഷണം, ജലസേചനം, തദ്ദേശം, പൊതുമരാമത്ത് അടക്കമുള്ള വകുപ്പുകളെ കൂട്ടിച്ചേർത്ത് പ്രത്യേക യോഗം ചേരും. നിലവിൽ തയ്യാറാക്കിയ DPR കുറച്ചുകൂടി വിപുലീകരിക്കും. വല്ലൂർകുത്ത് എന്നറിയപ്പെടുന്ന പ്രകൃതിദത്ത വെള്ളച്ചാട്ടം സാഹസിക ടൂറിസത്തിനും പ്രകൃതി മനോഹാരിത ആസ്വദിക്കാനുമുള്ള പദ്ധതിയായും തയ്യാറാക്കും. കെല്ലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ്. പീച്ചി ഡാമിന്റെ 2ാം ഘട്ട സൗന്ദര്യവൽക്കരണം സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡാണ് നിർവഹിക്കുക. കച്ചിത്തോട് ഡാമിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ടൂറിസ്റ്റ് കോറിഡോറിന്റെ വിശദമായ മാസ്റ്റർ പ്ലാൻ ടൂറിസം അഡീഷണൽ ഡയറക്ടർ വിഷ്ണുരാജിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കും. ഒക്ടോബർ അവസാനത്തോടെ തിരുവനന്തപുരത്ത് ചേരുന്ന ഉന്നതതല യോഗത്തിൽ ടൂറിസം കോറിഡോറിന് അന്തിമ രൂപമാകും. സന്ദർശനത്തിലും യോഗത്തിലും റവന്യൂ മന്ത്രി കെ രാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, ടൂറിസം അഡീഷണൽ ഡയറക്ടർ വിഷ്ണുരാജ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അശ്വിൻ, തൃശൂർ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംദാസ്, ഹൌസിംഗ് ബോർഡ് ചീഫ് ടെക്നിക്കൽ എഞ്ചിനീയർ ഗോപിനാഥൻ, റീജിയണൽ എഞ്ചിനീയർ മഞ്ജുള, പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ ടൂറിസ്റ്റ് സാധ്യതകൾ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ളൊരു പരിശോധന ഇന്ന് നടക്കുകയാണ്. പുത്തൂർ പഞ്ചായത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ടൂറിസം വകുപ്പിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള ശ്രീ വിഷ്ണുരാജ് IAS ഇവിടെ വന്ന് നമ്മുടെ മണ്ഡലത്തിനകത്തൊരു ടൂറിസ്റ്റ് കോറിഡോർ എന്ന ആശയത്തെ കോർഡിനേറ്റ് ചെയ്യാവുന്ന വിധത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പുറത്തുള്ള മറ്റ് ഏജൻസികളുടെയും സഹായങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. ഇവിടെ ഇന്നിപ്പോൾ പരിശോധിക്കുന്ന പുത്തൂർ കായൽ നേരത്തെ നമ്മളൊരു DPR തയ്യാറാക്കി വിവിധങ്ങളായ വകുപ്പുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആലോചിച്ചാണ്. അപ്പോൾ സ്ഥലമൊന്ന് കണ്ടു. നേരത്തെ നമ്മൾ തയ്യാറാക്കി 5 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ ടെൻഡറിലേക്ക് കിടക്കുന്ന ഒരപ്പൻകെട്ട് ടൂറിസത്തിൻ്റെ കേന്ദ്രത്തിൽ ടെൻഡറിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി അവിടെ അവർ സന്ദർശിച്ചു. പീച്ചി ഡാമുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ, ഇനി അവിടെ പുതിയതായി നടത്തേണ്ട ഡെവലപ്മെൻറ്റുകൾ, അതും അവർ നോക്കി. ഇതുവരെ DMCയുടെ ഭാഗമാകാതിരുന്ന അല്ലെങ്കിൽ ഒരു DMC ആയി ഔദ്യോഗികമായി കൊടുക്കാതിരിക്കുന്ന നമ്മുടെ വല്ലൂർകുത്ത് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഫോറസ്റ്റ് വകുപ്പ് കൂടിയായി പിന്നീട് കൂടിയാലോചിക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ സാധ്യതകൾ കൂടി ഇന്ന് പരിശോധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കും പുത്തൂർ കായലും വല്ലൂർകുത്തും അതുപോലെ തന്നെ പീച്ചി ഡാമും ഒരപ്പക്കെട്ട് ഡാമും കാർഷിക സർവകലാശാലയും അങ്ങനെ തുടങ്ങുന്ന കച്ചിത്തോട് ഡാം വരെയുള്ള സ്ഥലത്ത് നേരത്തെ തന്നെ ഒരു ടൂറിസ്റ്റ് കോറിഡോർ എന്ന ആശയം നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ അനുബന്ധമായി എടുക്കാവുന്ന കാര്യങ്ങൾ കൂടി അക്കാര്യത്തിൽ നമുക്ക് എടുക്കാൻ കഴിയുന്ന എങ്ങനെയെന്ന് കൂടി അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഒല്ലൂർ മണ്ഡലത്തിൽ തന്നെ ഒരു DMC രൂപീകരിക്കാവുന്ന വിധത്തിൽ ഒരു ടൂറിസ്റ്റ് കോറിഡോർ ഉണ്ടാക്കി മറ്റ് ഏജൻസികളുടെയും സർക്കാർ ഏജൻസികളുടെയും ഒക്കെ നേതൃത്വത്തിൽ സ്ഥിരമായി ടൂറിസം ട്രിപ്പ് ഉൾപ്പെടെ വെച്ച് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകതയാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ നല്ലതുപോലെ പിന്നിടുകയാണ്. ഇപ്പോൾ 25 ഏക്കറോളം ഉള്ള ഈ കായൽ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലൊരു വഴിയൊരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ടൂറിസത്തിൻ്റെ വിവിധ ഉദ്യോഗസ്ഥന്മാർ ഈ ഘട്ടത്തിൽ ജനപ്രതിനിധികളോടൊപ്പം ഇവിടെ സഞ്ചരിക്കുന്നുണ്ട്, ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താനുള്ള സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്ത് മുൻ മന്ത്രി VS സുനിൽകുമാർ. അന്വേഷണം വേഗത്തിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാകണമെന്നും സുനിൽകുമാർ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ഓർമ്മിപ്പിച്ചു. DGPയുടെ അന്വേഷണത്തിൽ MK അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന കണ്ടെത്തലിൽ സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത് സ്വാഗതാർഹം. LDFിലെ പ്രധാന കക്ഷികളിലൊന്നിന്റെ പ്രവർത്തകനെന്ന നിലയിൽ
സർക്കാരിന്റെ അന്വേഷണ സംവിധാനത്തിൽ വിശ്വാസമാണ്. സംഭവത്തെക്കുറിച്ചുള്ള ഒച്ചിഴയുന്ന വേഗമല്ലാതെ കുതിരയുടെ വേഗമാണ് ഉണ്ടാകേണ്ടത്. പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ സംഘപരിവാർ ശക്തികളാണെന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയായിരുന്നു ലക്ഷ്യമെന്നും നേരത്തെ പറഞ്ഞു. ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണം. പൂരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് മുൻപായി കഴിഞ്ഞ പൂരം അലങ്കോലമായതിന് പിന്നിലുള്ള ഗൂഢാലോചന വെളിച്ചത്തു വന്നാലേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകൂ. ഇന്ന് ഗവൺമെന്റ് ചില പ്രധാനമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യം, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതിന്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ആദ്യ റിപ്പോർട്ടിൽ തന്നെ ഗവൺമെന്റ് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ നടന്നിരിക്കുന്ന ഗൂഢാലോചന വരുംകാലത്തെ പൂരം നടത്തിപ്പിൽ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തു വരണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന വിശ്വാസത്തോടു കൂടി ഒരു ത്രിതല അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്, പൂർണ്ണമായി സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം ഇവിടെ ചുമതലപ്പെട്ട ADGP അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ DGPയുടെ റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണമായിരിക്കും ഇന്ന് ഗവൺമെൻറ് ത്രിതല അടിസ്ഥാനത്തിൽ നടത്തുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് അക്കാര്യത്തിൽ അഭിപ്രായപ്പെടാനുള്ള ഒറ്റ കാര്യം, ഏത് അന്വേഷണമാണെങ്കിലും പ്രത്യേകിച്ച് വളരെ ഉന്നതരായിട്ടുള്ള 3 പോലീസ് പിന്നെ DGP അടക്കമുള്ള 2 ADGPമാരടങ്ങുന്ന 3 സംഘങ്ങൾ ഇത് അന്വേഷിച്ച് കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരിക്കലും താമസം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു അഭിപ്രായം. കാരണം തൃശ്ശൂർ പൂരം, അടുത്ത തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ദേവസ്വങ്ങളും ജനങ്ങളും വളരെ ഐക്യത്തോടു കൂടിയും സൗഹാർദ്ദത്തോടു കൂടിയും പരസ്പരം സഹകരിച്ച് നടക്കുന്ന ഒരു പൂരത്തെ ഇലക്ഷൻ ഘട്ടത്തിൽ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. വീണ്ടും നടക്കാൻ പോകുന്ന പൂരത്തിൽ അത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ റിപ്പോർട്ട് ഒട്ടും താമസം കൂടാതെ പുറത്ത് കൊണ്ടുവരാൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള 2 അഭിപ്രായങ്ങൾ. സ്കൗട്ട് ഓപ്പൺ ഗ്രൂപ്പിന്റെ 61ാം വാർഷികാഘോഷങ്ങളും ഗാന്ധി ജയന്തി ആഘോഷങ്ങളും തൃശൂർ വിദ്യാർത്ഥി കോർണറിൽ ടൗൺ ഹാളിലുമായി നടത്തപ്പെട്ടു. മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. OF ജോയ് അധ്യക്ഷനായി. ടൗൺ ഹാളിൽ നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിച്ചു. ജിഷോ S പുത്തൂർ അധ്യക്ഷനായി. തൃശൂർ DEO ഡോക്ടർ A അൻസാർ മുഖ്യപ്രഭാഷണം നടത്തി. 2023-24 റിപ്പോർട്ടും ഗ്രൂപ്പ് ലീഡർ ജോസി B ചാക്കോ അവതരിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ, ജില്ലാ ട്രഷറർ AM ജെയ്സൺ എന്നിവർ ആശംസകൾ അറിയിച്ചു. പ്രൊഫസർ EU രാജൻ സ്വാഗതവും ഡിസ്ട്രിക്ട് കമ്മീഷണർ VS ഡേവിഡ് നന്ദിയും അറിയിച്ചു. സംസ്ഥാന അവാർഡ് നേടിയ ജോസി B ചാക്കോ, വയനാട് ദുരന്തത്തിൽ സേവനമനുഷ്ഠിച്ച വിഷ്ണുരാജ്, മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നാഷണൽ കമ്മീഷണർ പ്രൊഫസർ ഡോക്ടർ EU രാജൻ, OF ജോയ്, CI തോമസ്, VS ഡേവിഡ്, ഓട്ടൻതുള്ളൽ കലാകാരൻ ഗോപിനാഥ് എന്നിവരെ ആദരിച്ചു. അന്തശക്തികളെ പൂർണ്ണമായും വികസിപ്പിച്ച് അവരെ വ്യക്തികളെന്ന നിലയ്ക്കും ഉത്തരവാദിത്തമുള്ള പൗരന്മാർ എന്ന നിലയിലും പ്രാദേശികമായും അന്തർദേശീയമായും സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിലും വളർത്തിയെടുക്കുന്നതിൽ സംഭാവന നൽകുകയാണ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന മഹനീയമായ ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബാരൻ പവൽ എന്ന പട്ടാള ഉദ്യോഗസ്ഥൻ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച സ്കൗട്ടിംഗ് പ്രസ്ഥാനം ഇന്ന് ലോകത്തിലെ 180-ൽ അധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മഹനീയമായ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറി. ജാതിമത വർഗഭാഷാ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് വ്യക്തിവികസനവും സമൂഹ നന്മയും ലോക സാഹോദര്യവും ലക്ഷ്യമാക്കി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിനുള്ള വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ സ്കൗട്ടിംഗ്. ക്രമാനുഗതമായ പരിശീലന പദ്ധതി, സമൂഹത്തോടും രാജ്യത്തോടുമുള്ള പ്രതിബദ്ധത, കുട്ടികളുടെ സംഘാടന പരിശീലനം, വാതിൽപ്പുറ പ്രവർത്തനങ്ങളിലൂടെയുള്ള പ്രായോഗിക പരിശീലനം, നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരം, ഇവയെല്ലാം ഒത്തിണങ്ങി പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്ന കേരളത്തിൽ ഏറ്റവും വിപുലമായിട്ടുള്ളൊരു ജനകീയ പ്രസ്ഥാനമാണ് സ്കൗട്ടിംഗ്. PG ITI പ്രവർത്തന ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി നിർവഹിക്കും.
റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനാകും. പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, പഞ്ചായത്ത് സെക്രട്ടറി ജോൺ PR, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KV അനിത, സുബൈദ അബൂബക്കർ, ജിനേഷ്, മാത്യു നൈനാൻ, KV ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 17. സ്വീകരിക്കുന്ന സ്ഥലം പാണഞ്ചേരി പഞ്ചായത്ത്. ചാലക്കുടി ITI ക്ലാസുകൾ ആരംഭിക്കും. ഇതിൻ്റെ ഒരു പ്രവർത്തന ഉദ്ഘാടനം അത്രയും ഒരു ഹോംവർക്ക് നടത്തിയതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ റിസൾട്ട് നാടാകെ അറിയുന്ന രീതിയിൽ ആഘോഷമാക്കി മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് ITI തിരുച്ചിയുടെ ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ഈ മാസം 5-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 4 മണിക്കാണ്. ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് 2 മന്ത്രിമാർ, വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി, റവന്യൂ വകുപ്പ് മന്ത്രി നമ്മുടെ MLAയുമായിട്ടുള്ള അഡ്വക്കേറ്റ് രാജൻ, ഈ 2 മന്ത്രിമാർ ചേർന്നാണ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. 4 മണിക്ക് വെലങ്ങന്നൂർ സെൻറ്ററിൽ നിന്ന് നമ്മൾ വലിയ ഘോഷയാത്ര ഈ SNDP ITI ക്യാമ്പസിലേക്ക് മന്ത്രിമാരെ ആനയിച്ച് ഈ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്ന രീതിയിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ആവേശം ഉണർത്തുന്ന രീതിയിൽ ഉദ്ഘാടന ചടങ്ങ് മാറ്റുന്നതിനാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അനുബന്ധമായിട്ട് പറയുമ്പോൾ ആദ്യ വർഷം 48 കുട്ടികൾ പഠിക്കുമ്പോൾ ആ നാട്ടിൽ വലിയ വികസനമാണ് നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കാൻ പോകുന്നത്. അവിടുത്തെ ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ആരാധകരേറെ ഉണ്ടായിരുന്ന കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ ചരിഞ്ഞു. 40 വയസ്സായിരുന്നു. തമിഴ്നാട്ടിൽ ജനിച്ച ആനക്കുട്ടി പിന്നീട് കേരളത്തിലെ ഉത്സവ പറമ്പുകളിലെ ആനച്ചന്തമായി. വിടർന്ന കൊമ്പഴകായിരുന്നു. 1991 തൃശൂർ പൂങ്കുന്നം ശ്രീ കുട്ടൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കിരുത്തി.
ലക്ഷണ തികവ് കൊണ്ടും അതിശയിപ്പിക്കുന്ന കൊമ്പു വളർച്ച കൊണ്ടും ആരാധകരെ നേടി. 1 മാസത്തോളമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. വടക്കാഞ്ചേരി അത്താണി കുറ്റിയങ്കാവ് ജംഗ്ഷനിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ചു. തൃശൂർ ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസും കുറ്റിയങ്കാവ് ഭാഗത്തു നിന്ന് സംസ്ഥാന പാതയിലേക്ക് കയറുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടി. അപകടത്തിൽ കാറിന്റെ മുൻവശവും ബസിന്റെ മുൻവശത്തെ ഡോറും തകർന്നു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ആഗോള ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും ഇന്ധനവില കുറയ്ക്കാതെ എണ്ണ കമ്പനികൾ വൻ ലാഭം കൊയ്യുന്നു. 1 ലിറ്റർ പെട്രോളിന് 15 രൂപയും 1 ലിറ്റർ ഡീസലിന് 12 രൂപയും വീതം എണ്ണ കമ്പനികൾ വൻ ലാഭം ഈടാക്കുന്നു. 2024 സെപ്റ്റംബർ 17 വരെയുള്ള രാജ്യാന്തര വില പരിഗണിച്ചുള്ള കണക്കുകളാണ് ICRA ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുമെന്ന റിപ്പോർട്ടുകൾ പലവട്ടം പുറത്തു വന്നെങ്കിലും ഒന്നും നടന്നു കണ്ടില്ല. യുദ്ധം, വരൾച്ച, പ്രകൃതിക്ഷോഭം തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വില കുറയ്ക്കുന്ന വിഷയം അനന്തമായി നീണ്ടുപോകുന്നു. 2024 മാർച്ച് മുതൽ രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില ചില്ലറ വിൽപ്പനയിൽ മാറ്റം വന്നിട്ടില്ല. ഇക്കഴിഞ്ഞ ആഴ്ച ആഗോള ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതോടെ എണ്ണക്കമ്പനികളുടെ ലാഭം കുതിച്ചുയർന്നു. ഈ വിലക്കുറവിന്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് ലഭിക്കാൻ സാഹചര്യമുണ്ടായിട്ടും വില കുറച്ചില്ല. ഇനി വില കൂട്ടാൻ പുതിയ കാരണം വന്നു: പശ്ചിമേഷ്യൻ യുദ്ധം. ഈ യുദ്ധം നീണ്ടാൽ എണ്ണവില വീണ്ടും ഉയരും. യുദ്ധം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും. 2023-24 സാമ്പത്തിക വർഷം ഇന്ത്യൻ ഓയിൽ കമ്പനികളുടെ ലാഭം കുതിച്ചുയർന്നു. ഇക്കാലയളവിൽ ഇന്ത്യൻ എണ്ണ കമ്പനികൾ 86,000 കോടി രൂപയുടെ ഭീമമായ ലാഭം നേടി. റഷ്യ യുക്രൈൻ യുദ്ധം, പശ്ചിമേഷ്യയിലെ ഇറാൻ, ഇസ്രായേൽ, ലെബനോൻ, പലസ്തീൻ, ഹമാസ് യുദ്ധം എന്നിവ ചൂണ്ടിക്കാട്ടി വില കൂട്ടാനുള്ള സാധ്യത ഏറെയാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുകയാണെന്ന് TN പ്രതാപൻ. മുഖ്യമന്ത്രിയുടെ പേര് PR വിജയൻ എന്നാക്കണമെന്നും TN പ്രതാപൻ. പൂരം കലക്കിയതിൽ CPI നിലപാട് വ്യക്തമാക്കണം. TN പ്രതാപൻ MP ആയിരിക്കെ നവീന സൗകര്യങ്ങളോടെ വിമാനത്താവളത്തിന്റെ മാതൃകയിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുനർനിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നിർമ്മാണ ഉദ്ഘാടനം 2024 ഫെബ്രുവരി 26-ന് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചുവെന്നും TN പ്രതാപൻ പറഞ്ഞു. ഈ പദ്ധതിയാണ് താൻ കൊണ്ടുവരുന്നതായി സുരേഷ് ഗോപി അവകാശപ്പെടുന്നത്. ഇത് തൃശൂരിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ്. MP ആയതിനുശേഷം താൻ നടത്തിയ നിരന്തര പരിശ്രമങ്ങളിലൂടെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുതിയ പേര് PR വിജയൻ എന്നാണെന്നും പ്രതാപൻ പരിഹസിച്ചു. തൃശൂർ പൂരം കലക്കിയതിൽ ADGPയെ മാറ്റണമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ആവശ്യം. വിഷയത്തിൽ CPI നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ആളുണ്ടാക്കിയ റിപ്പോർട്ടിനെ കുറിച്ച് അതേ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാൽ എന്താവും സ്ഥിതി എന്നറിയാം. അതുകൊണ്ട് പോയിന്റ് നമ്പർ 1, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഈ പൂരത്തെ സംബന്ധിച്ച പുതിയ 3 അന്വേഷണ പ്രഖ്യാപനങ്ങളെ ഞങ്ങൾ അതിശക്തമായി എതിർക്കും. ജുഡീഷ്യൽ അന്വേഷണം നിർബന്ധമായും വേണം. പോയിന്റ് 3, ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണം. ഇത് തയ്യാറാകാത്തത് പൂരം അലങ്കോലപ്പെടുത്തിയതിൽ മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് ADGP ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ADGPയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിനെ 3 ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ അത് സമ്മതിക്കാൻ ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും. പ്രധാനപത്ര കണ്ടീഷൻ ഡീറ്റെയിൽസ് പുറകെ വെച്ചിട്ടുണ്ട്. അത് നിർമ്മാണോദ്ഘാടനം നടന്ന ദിവസം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ജാഥ തൃശ്ശൂരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജാഥ തൃശ്ശൂർ നടക്കുന്ന അദ്ദേഹത്തിന് പ്രസ് മീറ്റും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേകം പന്തലിട്ടിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓൺലൈൻ ഉദ്ഘാടനത്തിന്റെ തൃശ്ശൂരിലെ ചടങ്ങ്. MP എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെ ആ ചടങ്ങിലുണ്ടായിരുന്നു. ആ ചടങ്ങിലേക്ക് അന്ന് തൃശ്ശൂരിലുണ്ടായിരുന്ന BJP സംസ്ഥാന പ്രസിഡന്റ് പാർട്ടി അനുയായികളോടൊപ്പം കടന്നു വന്നത് പോലും അന്ന് ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ പിന്നെ പടങ്ങളും വിഷ്വൽസും ഒക്കെ തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകന്മാരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് തൃശ്ശൂരിലെ പിന്നെ BJP നേതാക്കന്മാർ പോലും അത്ഭുതപ്പെട്ട് കാണും. സുരേഷ് ഗോപി ഇന്നലെ കളക്ടറേറ്റ് യോഗം വിളിച്ചു ചേർത്ത് ഈ എട്ടുകാലി മമ്മൂഞ്ഞ് ആകാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തെ ശ്രമം. അതുകൊണ്ട് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ കഥാപാത്രമായി അദ്ദേഹം മാറരുത് എന്ന് തൃശ്ശൂർക്കാർക്ക് ക്ഷീണമാണ്. ഇതിൽ മുൻപ് തൃശ്ശൂർ ഒരു MP തൃശ്ശൂരിൽ നിരവധി MP-മാർ ഇതിൽ മുൻപ് ഉണ്ടായിട്ടുണ്ട്.
റോട്ടറി മീൻസ് ബിസിനസ് തൃശൂർ ചാപ്റ്റർ ഒക്ടോബർ 4 വൈകിട്ട് 5 തൃശൂരിലെ ഹോട്ടൽ ഹയാത്ത് റീജൻസിയിൽ വിവിധ RMB ചാപ്റ്ററുകളിലെ അംഗങ്ങൾക്കൊപ്പം കേരളത്തിലെ വ്യവസായ പ്രമുഖരുടെയും സംരംഭകരുടെയും ബിസിനസ് കണക്ട് മീറ്റ് സംഘടിപ്പിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ബിസിനസ്സുകൾക്ക് തങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളെയും ആശയങ്ങളെയും പരസ്പരം പങ്കുവയ്ക്കാനും ലീഡുകളിലൂടെയും പ്രമോഷനുകളിലൂടെയും അവരുടെ ബിസിനസ് വളർത്തിയെടുക്കാനും സാധിക്കും. ഫ്രഷ് ടു ഹോം CEO മാത്യു ജോസഫും റെസിടെക് ഇലക്ട്രിക്കൽസ് MD ലേഖ ബാലചന്ദ്രനും തങ്ങളുടെ ബിസിനസ് അനുഭവങ്ങൾ പങ്കുവയ്ക്കും. എലൈറ്റ് ഗ്രൂപ്പ് MDയും റോട്ടറി ഡിസ്ട്രിക്ട് 3201 പാസ് ഡിസ്ട്രിക്ട് ഗവർണറുമായ TR വിജയകുമാർ ചടങ്ങിന്റെ മുഖ്യാതിഥിയാകും. അഡ്വക്കേറ്റ് ടോണി ചാക്കോ, പോൾ വർഗീസ്, പോളി ജോൺ, മനോജ് പുഷ്കർ, ക്യാപ്റ്റൻ ഷെബി ഒലക്കെങ്കിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റൊരു വേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നാളിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. വടക്കാഞ്ചേരി വ്യാസ കോളേജിന് മുൻപിൽ KSU SFI സംഘർഷം. കോളേജിന് മുൻപിൽ പാതയോരത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ വിവിധ പരിപാടികൾക്കായി കൊടിതോരണങ്ങളും അരങ്ങും കെട്ടുന്നതിനിടയിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വൈകുന്നേരം 5:30യോടെയായിരുന്നു സംഭവം. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം സംഘട്ടനമായതോടെ പ്രദേശവാസികൾ പോലീസിൽ വിവരമറിയിക്കുകയും വടക്കാഞ്ചേരി പോലീസ് സന്നാഹം സ്ഥലത്തെത്തുകയും സംഭവസ്ഥലത്ത് നിലയുറപ്പിക്കുകയും ചെയ്തതോടെയാണ് രംഗം ശാന്തമായത്. സംഭവത്തെ തുടർന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും CPIM നേതാക്കളും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരസംഗമവും മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ 60ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും മികച്ച ക്ഷീര കർഷകരെ ആദരിക്കലും ശനിയാഴ്ച മാന്നാമംഗലം കാലായിൽ ഹിൽ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഒല്ലൂക്കര ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകരെ ആദരിക്കലും ക്ഷീര കർഷക സംഗമവും മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. മാന്നാമംഗലം ക്ഷീരസംഘത്തിന്റെ 60ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും ബ്ലോക്കിലെ മികച്ച യുവ ക്ഷീര കർഷകരെ ആദരിക്കലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിക്കും. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷനാകും. ക്ഷീരവികസന സെമിനാർ, ക്ഷീരമേഖലയിൽ സംരംഭകത്വ സാധ്യതകൾ, ക്ഷീരമേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ച് ഡയറി ഫാം ഇൻസ്ട്രക്ടർ സ്മൃതി വാസുദേവൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ A കവിത, ഡോക്ടർ TS രാജീവ്, മിനു റസൽ എന്നിവർ ക്ലാസ് എടുക്കും. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ N വീണ പദ്ധതി വിശദീകരണം നടത്തും.
എറണാകുളം മേഖല മിൽമ ചെയർമാൻ MT ജയൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഉണ്ണികൃഷ്ണൻ, ശ്രീവിദ്യ രാജേഷ്, PP രവീന്ദ്രൻ, ഇന്ദിര മോഹൻ എന്നിവർ പങ്കെടുക്കും. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ക്ഷീരവികസന ഓഫീസർ K ജയലക്ഷ്മി, മാന്നാമംഗലം ക്ഷീരസംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പിള്ളി, PS ബാബു, ഡേവിസ് കണ്ണൂക്കാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താനുള്ള കാരണം ഈ വരുന്ന 5-ാം തീയതി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ക്ഷീരസംഗമത്തിൻ്റെ സമാപന സമ്മേളനം നടക്കും. ക്ഷീരസംഗമത്തോടനുബന്ധിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ 30-ാം തീയതി, സെപ്റ്റംബർ മാസം 30-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞു. പുത്തൂര് പഞ്ചായത്തിലെ മാമാമംഗലം ക്ഷീരോത്പാദക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അവരുടെ 60-ാം വാർഷിക ആഘോഷവും അതിനുള്ള തുടക്കം കുറിക്കലും ഈ ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് നടത്തുക. ഇപ്പോൾ ബൃഹത്തായ ഒരു പദ്ധതി പ്രവർത്തനം പരിപാടികളോടുകൂടി ആയിരിക്കണം ഈ വർഷത്തെ ക്ഷീരസംഗമം എന്ന് കൂടിയ ആലോചനാ യോഗങ്ങളിൽ എല്ലാം ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടുകൂടി ക്ഷീരസംഗമവും അതിനോടൊപ്പം മാന്നാമംഗലം ക്ഷീരോത്പാദക സംഘത്തിൻ്റെ വാർഷിക സമ്മേളനവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ചിത്രരചനാ മത്സരം സ്കൂൾ കുട്ടികൾക്ക്, ഉപന്യാസ മത്സരം, ക്ഷീരമേഖലയിൽ ഇടപെട്ടിട്ടുള്ള വനിതകളായിട്ടുള്ള വനിതാ കർഷകരുടെ സംഗമം, ക്ഷീരമേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ ജീവനക്കാരുടെ സംഗമം, മുൻകാല പ്രസിഡന്റുമാരെ ആദരിക്കലും അവരുടെ സംഗമവും, വിവിധ തലങ്ങളിൽ ക്ഷീരകർഷക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഒത്തുചേരൽ, പാലും പാലിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളും നിർമ്മിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കി ക്ഷീരമേഖലയെ മുൻപോട്ട് നയിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായ പ്രചാരണ പരിപാടി, വിപുലമായ പഠന പരിപാടി, അവിടെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അവർക്ക് അവാർഡ് കൊടുത്ത് ആദരിക്കുന്ന ചടങ്ങുകൾ തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇതുവരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ക്ഷീരസംഗമമാണ് 2024-ലെ ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി മങ്കരയിൽ ജനവാസ കേന്ദ്രത്തിൽ മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ഇരമ്പുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള അനുമതി. നഗരസഭ 18-ാം ഡിവിഷൻ മങ്കരയിലെ കാട്ടുകുളത്തിന് 200 മീറ്റർ അകലെ കുന്നിൻ മുകളിൽ പരിസ്ഥിതി ലോല പ്രദേശത്താണ് സ്വകാര്യ ടെലികോം കമ്പനി മൊബൈൽ ഫോൺ ടവർ സ്ഥാപിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ജനങ്ങളുടെ സമാധാന ജീവിത അന്തരീക്ഷത്തിന് പ്രയാസമുണ്ടാകുമെന്നും ടവറിൽ നിന്ന് ദോഷകരമായ തരംഗങ്ങൾ പരിസരവാസികൾക്ക് ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. സ്വകാര്യ കമ്പനി ടവർ നിർമ്മാണവുമായി മുന്നോട്ട് വരികയാണെങ്കിൽ ജീവത്യാഗം ചെയ്യേണ്ടി വന്നാലും സമ്മതിക്കില്ലെന്ന് പരിസരവാസികൾ. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ചെറിയൊരു ഭവന നിർമ്മാണത്തിന് പോലും നിയമം പറഞ്ഞ് അനുമതി നിഷേധിക്കുന്ന അധികൃതർ സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി നിയമത്തെ പോലും അട്ടിമറിക്കുകയാണെന്ന് സുധീഷ് മങ്കര ചൂണ്ടിക്കാട്ടി. ടവർ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. മങ്കര കാട്ടുകുളം പരിസരത്ത് രാത്രിയുടെ മറവിൽ വന്ന് JCB കൊണ്ടുവന്ന് ഒരു വണ്ടം കുഴി കുത്തിവെച്ചത് ടവർ പണിയാന്ന് പറഞ്ഞു. സ്ഥലത്തിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവനറിയില്ല, അതെല്ലാം ടവറിൻ്റെ ആൾക്കാരാണ് പറഞ്ഞു. ഈ കഴിഞ്ഞ 2-3 പ്രളയം ഉണ്ടായപ്പോൾ ഈ കഴിഞ്ഞ മഴ പെയ്ക്കലിനൊക്കെ വടക്കാഞ്ചേരി ടൗണൊക്കെ മുങ്ങിയ സമയത്ത് എൻ്റെ വീടിൻ്റെ കൂടിയ ഈ മലപ്രദേശത്ത് നിന്ന് വെള്ളം വന്നിട്ട് എൻ്റെ മതിലും ഇതൊക്കെ ഇടിഞ്ഞു പോയി. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും, വാർത്താ ചാനലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ സാധനം ഇത്രയും വലിയ കുഴി ഇവിടെ കുത്തിയിട്ട് ഇതിനെങ്കിൽ ഇവിടുന്ന് 100-150 മീറ്റർ ഇല്ല താഴത്ത് വീടുകൾ. ഇവിടെ ഈ രാത്രിയുടെ മറവിൽ വന്ന് ചെയ്തത് വളരെ ഇതായി. ഞങ്ങൾ കുറേ അന്വേഷിച്ച് നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിക്ക് അടക്കം അറിവോട് കൂടിയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ എത്രയും പെട്ടെന്ന് ഇത് നിർത്തിവെക്കണമെന്നാണ് ഒരപേക്ഷ. അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും വാർത്തയിലൂടെ കണ്ടിട്ടുള്ളതാണ് മങ്കര കാട്ടുകുളം നിറഞ്ഞൊഴുകി മുകളിൽ നിന്നുള്ള മലവെള്ളം വരുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എല്ലാവരും കണ്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടുന്ന് ഈ സാധനം വന്ന് ഈ ടവർ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിർത്തി വെക്കണമെന്ന് ഇത് കാണുന്ന അധികാരികൾ സ്റ്റേ ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട്
കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന PMAY പദ്ധതി അനുസരിച്ചും കേരള സർക്കാർ നടപ്പിലാക്കുന്ന ലൈഫ് പദ്ധതി അനുസരിച്ചും ഒരു വ്യക്തിക്ക് സ്വന്തം സ്ഥലത്ത് സ്വന്തമായൊരു വീട് നിർമ്മിക്കണമെങ്കിൽ അധികാരപ്പെട്ട ആളുകൾ, അതായത് നഗരസഭയും അതുപോലെ കൃഷി വകുപ്പാണെങ്കിൽ അതും വില്ലേജ് ഓഫീസും ബന്ധപ്പെട്ടുള്ള പെർമിഷനോട് കൂടിയിട്ടേ ഈ ഒരു വീട് നിർമ്മാണം ഒരു വ്യക്തിക്ക് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിരിക്കുന്ന സ്ഥിതിയിൽ ഇത്രയും വലിയൊരു കോടിക്കണക്കിന് ഉറുപ്പ്യ വരുന്ന ഒരു പദ്ധതി ഈ നഗരസഭയും അറിഞ്ഞിട്ടില്ല, ഈ ഡിവിഷനിലെ കൗൺസിലും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയപ്പെടുന്നു. അതുകൊണ്ട് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നിർത്തലാക്കുക. ഈ കൗൺസിലറും നഗരസഭയും അറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ കൗൺസിലറും നഗരസഭയും എത്രയും പെട്ടെന്ന് ഇത് പ്രവൃത്തി ചെയ്തിരിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കണമെന്നാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് ഒക്ടോബർ 3 മുതൽ നവരാത്രി ആരംഭം. വിവിധ ക്ഷേത്രങ്ങളിൽ ആഘോഷങ്ങൾ ആരംഭിച്ചു. നടത്തറ പഞ്ചായത്ത് പോലൂക്കര MCF കെട്ടിടത്തിന്റെ 1ാം ഘട്ടം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ വിനോദസഞ്ചാര മേഖലകളെ കോർത്തിണക്കി ടൂറിസ്റ്റ് കോറിഡോർ ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ സമഗ്ര അന്വേഷണം നടത്തുന്നതിനെ സ്വാഗതം ചെയ്യുന്നതായി VS സുനിൽകുമാർ. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.